ഹലോ ഫ്രണ്ട്സ്, പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റ് അനലൈസിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് മാർക്കറ്റിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന മാക്സിമം സപ്പോർട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 560 എന്നുള്ള റേഞ്ചാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനെ കവർ ചെയ്യുമെന്ന് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഹ്യൂജ് ഫാളുണ്ടായത്. ഓക്കെ, അതിൽ സസ്റ്റെയിൻ ചെയ്ത് കയറുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം പോയാലേ പിന്നെ 770 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 770 വരെ മെയിനായിട്ട് 770 മുകളിൽ നിന്നാലേ നമുക്ക് പോസിറ്റീവ്നെസ്സിന് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന റേഞ്ചുകളായിരുന്നു. കുറച്ച് നേരം ആ റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിച്ചു, പിന്നെ ഫാളായി. 12 മണിക്ക് ശേഷമാണ് ഹ്യൂജ് ഫാളായത്. ഓക്കെ, അപ്പോൾ ഇന്ന് വിചാരിച്ച എക്സ്പെക്റ്റേഷനും ഒന്നും നടന്നിട്ടില്ല. നമുക്ക് മോർണിംഗിൽ നല്ല ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിച്ചെങ്കിലും ഇത്രയ്ക്ക് ഒരു ഫാള് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് ഒരു പോസിബിലിറ്റിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഉണ്ടാവാറുള്ള ഒരു തിയറിയാണ്. അതായത് 1000 പോയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ 1000 പോയിൻ്റ് ഡിഫറൻസ് നിങ്ങൾ ഡൗണിലേക്ക് വരും, അല്ലെങ്കിൽ 1000 പോയിൻ്റ് അപ്പിലേക്ക് പോകുന്ന ഒരു സിനാരിയോ മാർക്കറ്റ് കാണിക്കാറുണ്ട്. ഇപ്പോൾ അപ്പിലേക്ക് പോകുന്ന സിനാരിയോ ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്യാപ്പ് അപ്പ് അടിച്ച് അങ്ങനെയൊക്കെ പോവാറ്. അതുപോലെ ഇപ്പോൾ ഡൗൺ വരുന്ന സിനാരിയോ അതിലത് ഉണ്ടല്ലേ 24,400 എന്നുള്ള റേഞ്ചിൽ നിന്ന് പോയിട്ട് 23,400 എന്നുള്ള റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 400 ഈ റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്യണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്ത പോലെ ഫാളുണ്ടായി. അതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അറിയോ, ഇന്ന് കോൾ ഓപ്ഷനിൽ അത്രയും ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതായത് കോൾ ഓപ്ഷൻ ബൈയിങ്, ഹൈ റേഞ്ച് ബൈയിങ് ആയിരുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു റീസൺ കേട്ടോ. പുട്ട് ഓപ്ഷനിലോ സെല്ലിങ്, അതായത് വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിട്ട് അവരുടെ സെല്ലിങ്ങിലേക്ക് അട്രാക്ഷൻ ചെയ്തു. ബൈയിങ്ങിന് പിന്നെ നോർമലായിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും ബൈയിങ്ങിൽ വന്നിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. മാർക്കറ്റിനെ ഒരിക്കലും പൊന്തിക്കാൻ പറ്റാത്ത പോലത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കിയുള്ളത് നമ്മുടെ ബിഹേവിയേഴ്സാണ്. അല്ലാണ്ട് ഇത്രയ്ക്കും മാർക്കറ്റ് ഫാളാവേണ്ട ഒരു ഇതില്ല. അതായത് കുറച്ച് ദിവസമായിട്ട് 800 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കണ കാരണം കൊണ്ടായി എല്ലാവരും നെക്സ്റ്റ് വീക്കിനുള്ള പൊസിഷൻ, മന്ത്ലി പൊസിഷൻ, ഇതൊക്കെ ഇവിടുന്ന് നല്ല രീതിയിൽ ബൾക്കായി പർച്ചേസ് ചെയ്തു. ബൾക്കായിട്ട് കോൾ ഓപ്ഷൻ ബൈയിങ് പർച്ചേസ് വന്നു, അതുപോലെ പുട്ട് ഓപ്ഷൻ സെല്ലിങ്ങും. ഈ 2 സിനാരിയാണ് മാർക്കറ്റിന് ഇത്രയധികം താഴ്ത്താനുള്ള ഒരു കാരണം കേട്ടോ. നമ്മുടെ മാർക്കറ്റിൻ്റെ ഇത് വെച്ചിട്ട് ഗ്ലോബൽ മാട്രസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിലും ഇത്രയ്ക്കധികം ഡൗൺ വരേണ്ട ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതിന് സിഗ്നലൊക്കെ ആയിട്ട് നാളെ 500 മുകളിൽ മാർക്കറ്റ് കയറി നിൽക്കണമെന്ന് വെച്ചെങ്കിൽ ഇതിനൊരു പോസിബിലിറ്റിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്കറിയാനുള്ള ഒരു കാര്യം കേട്ടോ. നാളെ നോക്കാം. 500 കയറി നിൽക്കണമെന്ന് വെച്ചെങ്കിൽ ഇത് നമ്മൾ, അതായത് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസാണ് ഇതിനെ ഇത്രയ്ക്കും ഡൗൺ ആക്കിയുള്ളത്. അത്രയധികം കോൾ ഓപ്ഷനിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം ഉണ്ടായത്. അതുപോലെ കഴിഞ്ഞ വീക്കിലുണ്ടായ എക്സ്പയറിയിലുണ്ടായ സെൻസെക്സിലൊക്കെ ആ മൂവ്മെൻറ്റ്, അതൊക്കെ ആ ഗ്രീഡ് ആൾക്കാരുടെ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. അത്രയ്ക്കും ബൾക്കായിട്ടുള്ള എൻട്രി വന്ന കാരണമാണ് ഇന്ന് ഈ ഫാളുണ്ടായത്. അതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഫാളുണ്ടാകുമ്പോഴേ അധികം ലോസ് വരാണ്ട് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ അതൊക്കെ ആണ് മെയിൻ ലക്കിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ കുറേശ്ശെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇവർ കളയും. കാരണം എന്താ വെച്ചാൽ ഒറ്റ സ്റ്റെപ്പിൽ കളയുന്നതല്ല. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കെയർഫുള്ളായിരിക്കും, നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പിന്നെ നമ്മൾ ഒരെണ്ണെടുക്കും, ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കും, പിന്നെ ഒരെണ്ണെടുക്കും, സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് പിന്നെ 2 ഇങ്ങനെ കഴിച്ച് ചിലർക്ക് മതിയാവും. അപ്പോൾ അവർ ഇനി തിരിച്ചു വരാൻ നോക്കട്ടെ, 0 ആയാലും കുഴപ്പമില്ലാന്ന് ചോദിച്ച് കാത്തിരിക്കും. അങ്ങനെ 10 പോയിൻ്റ് അങ്ങനെ വന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ അത്രയ്ക്കും എല്ലാതും അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ക്യാപിറ്റലിനെ വൈപ്പ് ഔട്ട് ആക്കണ ഒരു സിസ്റ്റമാണത്. ഇത് എന്നും ഉണ്ടാവണതല്ല. നോർമലി മാർക്കറ്റിൽ നമുക്ക് അപ്പം മൂവ്മെൻറ്റ് ഇതൊക്കെ തന്നിട്ട് നമ്മുടെ മൈൻഡിനെ സിനാരിയോ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായതിട്ടാണ്. ഇതിൽ നിന്ന് എസ്കേപ്പ് ആയവരൊക്കെ ഭാഗ്യം, അല്ലാത്തവരൊക്കെ കുറേ ആൾക്കാർ ഇന്ന് പാനിക്കായി ഉണ്ടാവും. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള ഇന്ധനം പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴേ ഒന്നുകിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക,
പുട്ട് ഓപ്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹൈ റിസ്ക് തന്നെയാണ്. പിന്നെ ഫണ്ട് ഉണ്ട് വെച്ചെങ്കിൽ എടുക്കാം, കാരണം ഹൈ വോളറ്റിലിറ്റിയാണ് പുട്ട് ഓപ്ഷൻ എടുക്കുമ്പോൾ. അവസാന മൂമെൻറ്റിലാണ് നമ്മൾ ഈ റേഞ്ചിലേക്ക് അറിയാതെയാണ് എത്തിപ്പെടുക. ഓക്കെ, ഏതൊക്കെ റേഞ്ച് സീറോയ്ക്ക് നേട്ടാ, നമ്മൾ 700 വരെയൊക്കെ സീറോ, 750, 900 വരെയൊക്കെ സീറോ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ലൊരു ഹ്യൂജായിട്ടുള്ള ഫാളുണ്ടായത്. ഓക്കെ, അപ്പം ഇന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ പുട്ട് ഓപ്ഷൻ അധികം ആൾക്കാർ ബൈ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. ലാസ്റ്റ് മൂമെൻറ്റിലൊക്കെയാണ് പുട്ട് ഓപ്ഷൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായുള്ളത്. കണ്ട 2 മണിക്ക് ശേഷം 2:30 ആകുമ്പോഴൊക്കെയാണ് ഈ 500-നൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായുള്ളത്. ഓക്കെ, അതിന് മുമ്പ് 700 മോർണിംഗിൽ കണ്ട, മോർണിംഗിലൊന്നും അത്രയ്ക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. 90, 100, അതുപോലെ തന്നെ 63 അടിച്ചിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുള്ളത്. പിന്നെ ക്യാച്ച് ചെയ്യണ കണ്ട, ആദ്യത്തെ മൂവ്മെൻറ്റിലൊക്കെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും. അതിന് ശേഷമാണ് ഹൈ റേഞ്ച് മൂവ്മെൻറ്റ് ഉണ്ടായുള്ളത് 12 മണിക്ക് ശേഷം. ഓക്കെ, ഈ ഹണ്ടാവുന്ന സമയത്ത് ഏകദേശം ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു എൻട്രിക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ബൈയിങ്ങിന് കോൺസെൻട്രേഷൻ ചെയ്യുന്നവർക്ക്, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് ആ സമയത്ത് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇത്രയ്ക്കൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അത് 200-ന് മുകളിലൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇന്നത്തെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു മൂവ്മെൻറ്റ് കേട്ടോ. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എല്ലാ മാർക്കറ്റ് ചില ദിവസങ്ങളിൽ ആരും എക്സ്പെക്റ്റ് ചെയ്യാതൊക്കെ ചെയ്യും. അതിനുള്ള അത്രയ്ക്കും കോൾ ബൈയിങ് വന്നു. 700 നല്ല രീതിയിലുള്ള ബൈയിങ് ആയിരുന്നു കോൾ ഓപ്ഷന്. ഈ നല്ല രീതിയിലുള്ള ബൈയിങ് വന്നു. അത് കാരണം കൊണ്ടാണ് ഇത്ര ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടാൻ കാരണം, മാർക്കറ്റ് മൂവ് ചെയ്യാണ്ടിരിക്കാൻ കാരണം. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും 50 പോയിൻറ്റ് 100 പോയിൻറ്റ് എന്നുള്ള റേഞ്ച് കിട്ടിക്കൊണ്ടിരുന്ന കാരണം കൊണ്ട് എല്ലാവരും ആ മൈൻഡ് സെറ്റിലേക്ക് വന്നു. അതാണ് ഇന്നുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ. ഓക്കെ, NSEയുടെ സൈറ്റ് നോക്കിയാൽ അറിയാം. ഇന്നത്തെ ആണല്ലേ 500 കോൾ ഓപ്ഷൻ, 600 കോൾ ഓപ്ഷൻ, 700 കോൾ ഓപ്ഷൻ, 550, 650, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ വന്നു. അത് കാരണം മാർക്കറ്റ് മൂവ് ചെയ്യാണ്ടിരിക്കാനതിൻ്റെ ഒരു കാരണം. ആദ്യത്തെ സ്റ്റെപ്പ് വരില്ല, ആദ്യം കൂടുതൽ ആൾക്കാർ 700, 650 കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 600-ലേക്ക് വന്നു. 700, 650, അത് കഴിഞ്ഞ് 600-ലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ പ്രതീക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ 550 അപ്പോൾ പ്രീമിയം ഒക്കെ കുറവായ കാരണം 550 നല്ല ബൾക്കായിട്ട് വന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 500-ലേക്ക് വന്നു. അങ്ങനെ ഇതൊക്കെ കുറയാന്ന് പറഞ്ഞാൽ 10 പോയിൻറ്റ്, 15 പോയിൻറ്റ്, 20 പോയിൻറ്റ് ആ റേഞ്ചിലൊക്കെ ആദ്യം കുറയുള്ളൂ. പക്ഷേ നമ്മുടെ ലോഡ് സൈസ് കൂടുതലാവും അറിയാതെ. അങ്ങനെയാണ് ഇതിൽ മിസ്സിങ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അതുപോലെ പുട്ട് ഓപ്ഷൻ്റെ ഇതൊക്കെ 400, 500 ഇതൊക്കെ സെല്ലിങ്ങാണ് മെയിനായിട്ട് നടന്നിട്ടുണ്ടാവുക. അതായത് നോർമലായിട്ടുള്ള ആൾക്കാരുടെ കൂടുതൽ സെല്ലിങ് നടന്നിട്ടുണ്ടാവുക. ബൈയിങ് ഇതിൽ അധികം ആരും ക്യാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ മീഡിയം റേഞ്ച് ആൾക്കാരൊക്കെ, സെല്ലിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഇന്ന് ഇതിലാണ് ട്രാപ്പായി ഉണ്ടാവുക കേട്ടോ. ബൈയിങ്ങിൻ്റെ ആൾക്കാർ നമ്മുടെ ഭൂരിഭാഗം ആൾക്കാർ ഇതിൽ ട്രാപ്പായി ഉണ്ടാവും, സെല്ലിങ്ങിൻ്റെ ആൾക്കാർ ഇതിൽ ട്രാപ്പായി ഉണ്ടാവും. നല്ല ഹ്യൂജ് ലോസ് ഇന്ന് വന്നിട്ടുണ്ടാവും. കുറേശ്ശെ സെല്ല് ചെയ്ത് തീർത്തേക്കുന്ന പൈസയൊക്കെ ഇന്ന് മൈൻഡ് ഔട്ടായിട്ട് പോകാൻ ചാൻസ് ഉള്ളൊരു ദിവസമാണ്. അത് എടുത്തിട്ടുണ്ടാവണം, അല്ലാതെ മാർക്കറ്റിന് ഇങ്ങനെ ഒരു സിനാരിയോ വരില്ല. ഓക്കെ, ഇത് മാർക്കറ്റിൽ ഇടയ്ക്ക് ഉണ്ടാവും കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സിനാരിയോ ഉണ്ടാവും. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിലെ പകുതി നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിനാരിയോ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നുണ്ടായ വിലയിരുത്തൽ. പിന്നെ ഞാൻ ഇനി ഒരു 4 ദിവസം മാർക്കറ്റിൽ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഞാൻ വേറെ കുറച്ച് തിരക്കുകളിലാണ്. നെക്സ്റ്റ് വീക്കിൽ ഇനി ലൈവ് ഉണ്ടാവുള്ളൂ കേട്ടോ. ലൈവ് നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഒന്നുകൂടി നല്ല രീതിയിൽ സെറ്റായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിന് പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഞാനിത് ട്രയൽ റൺ നടന്നു. അപ്പോൾ ട്രയൽ റണ്ണ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണ്. അതിനൊരു 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും ലൈവ് ഉണ്ടാവുക. അപ്പോൾ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത് ഒന്നുകൂടി ബെറ്ററായിട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും കേട്ടോ. ഓക്കെ.
ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓപ്ഷൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് 23,500, 23,400, 23,300, 23,000. ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു ഇത് കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. പിന്നെ ഗ്ലോബലി ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 23,000 വരയ്ക്കും മാർക്കറ്റിന് പോകാമെന്നുള്ള പോലത്തെ സിനാരി ഉണ്ട് കേട്ടോ. ഓക്കെ, 300 സപ്പോർട്ട് ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. 100 ഇപ്പോൾ എന്താ കഴിഞ്ഞാൽ മാർക്കറ്റ് വേറെ സ്ട്രക്ചറിലേക്ക് പോയി. ഇനി അടുത്ത ഒരു സസ്റ്റെയിൻ ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ. പിന്നെ 2 ദിവസം പിന്നെ ഞാൻ നിഫ്റ്റിയിലുണ്ടാവില്ല, സെൻസെക്സിലാണ് നോക്കാറ്. നാളെ മറ്റന്നാളും പിന്നെ എനിക്ക് ഗ്യാപ്പില്ല. അതുകൊണ്ട് ഇനി വേറെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ടൈമിൽ അല്ലെങ്കിൽ ബുധനാഴ്ച തൊട്ട് ഇനി മാർക്കറ്റിലുണ്ടാവുള്ളൂ. അപ്പോഴേക്കും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്, നമുക്ക് ബെറ്ററായിട്ട് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് ചെയ്തോളൂ. നാളെ നാളെ 75,000 കയറി നിൽക്കുമെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ മതി കേട്ടോ. അത് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യണമെന്ന് നോക്കിയിട്ട് മതി അപ് ട്രെൻഡിനെ കുറിച്ചുള്ള നോക്കണത് കേട്ടോ. ഓക്കെ, 74,000 സപ്പോർട്ടുണ്ട്, 74,500, 75,000 മെയിനായിട്ടുള്ള അടുത്ത ഏരിയ കേട്ടോ. 75,000 മാർക്കറ്റ് തിരിച്ച് കയറേണ്ട വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചെറിയൊരു പോസിറ്റീവ്നെസ്സിനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, ഷോർട്ട് ടൈമിനുള്ളത് കേട്ടോ. അപ്പോൾ നോക്കാം ഇതിന് താഴെയുള്ളതാണോ സീറോ ഒക്കെ. അത് 25,400, അല്ല നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നത് സീറോക്കാളുള്ള പോസിബിലിറ്റികളാണ് കേട്ടോ. നമ്മളടുത്ത ഈ ആഴ്ച ഇല്ലെങ്കിലും നമ്മൾ ഒരാഴ്ചയ്ക്കൊക്കെ അതാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 74,000 തൊട്ടതിലത് നല്ല പ്രീമിയം ഉണ്ട്. 75,400 തൊട്ടും നല്ല പ്രീമിയം ഉണ്ട്. അപ്പോൾ നാളത്തെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോയിൻ്റൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. മാർക്കറ്റിൻ്റെ മേജർ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഇന്ന് പറയണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ 75,000 നിൽക്കുന്നുണ്ടോ നോക്കട്ടെ, അതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഒരു റെസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റിനൊക്കെ വില എഴുതിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ ഹാപ്പി, നാളെ ഒന്ന് റിലാക്സ് ചെയ്ത് ചെയ്യുക. ഇനി വലിയ ലോസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നോ പ്രോബ്ലം, അത് റിക്കവർ ചെയ്യാൻ പറ്റും. കൂളായിട്ട് നാളത്തെ കാണുക. പിന്നെ ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്ന് കളയുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിനാരികൾ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു അനുഭവം അതിന് വേണ്ടിയിട്ട് മാത്രം ഇതിനെ കീപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് ഇടയ്ക്ക് ഉണ്ടാവും ഇങ്ങനത്തെ മാർക്കറ്റ്, ഒന്നെങ്കിൽ അപ്പിലേക്ക് ഒന്നെങ്കിൽ ഡൗണിലേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസം ശേഷം കാണാൻ നമുക്ക് കേട്ടോ.